ടീച്ചർ അമ്മയുടെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. രാധയും മഹേഷും അച്ഛനെ അന്വേഷിച്ച് നിലമ്പൂരിലുള്ള ശ്രീധരേട്ടൻ്റെ കടയിലെത്തുന്നുണ്ട്. ആ വെടിവെപ്പ് സംഭവം നടന്നതിന് ശേഷം പോലീസ് ശരിക്കും ശ്രദ്ധിക്കുന്നുണ്ടെന്നും അതുകൊണ്ട് ഇവിടെ ഉണ്ടാവാൻ ചാൻസ് ഇല്ലെന്നും ശ്രീധരേട്ടൻ തീർത്തു പറയുന്നുണ്ട്. അപ്പോഴേക്കും മഹേഷ് ചോദിക്കുന്നുണ്ട്, എങ്കിലും ചേട്ടാ, പുള്ളി ഇടയ്ക്കിടയ്ക്ക് ഇവിടെ വരുന്ന സ്ഥലങ്ങളെല്ലാം ഒന്ന് അറിയണമായിരുന്നു, അതൊന്ന് പറയുമെന്ന്. അയാൾ ആ സ്ഥലങ്ങളെല്ലാം പറഞ്ഞു കൊടുത്തോണ്ട് അറിയാലോ, അയാൾ ആള് പ്രശക, സൂക്ഷിക്കണമെന്ന് ഉപദേശിക്കുന്നുണ്ട്. ഞങ്ങളുടെ അടുത്ത് വലിയ കാര്യമായേട്ടാ എന്ന് മഹേഷ് ചിരിയോടെ പറയുമ്പോൾ ശ്രദ്ധിച്ചോ, അവൻ ഈ ലോകത്ത് അവനോടല്ലാതെ ആരോടും ഒരു കാര്യവുമില്ല, സ്നേഹവുമില്ല, നിങ്ങൾക്കത് മനസ്സിലാവും എന്ന് ശ്രീധരേട്ടൻ പറയുമ്പോൾ ഓക്കെ ഏട്ടാ, കാണാമെന്ന് പറഞ്ഞ് മഹേഷ് രാധയും കൂട്ടിക്കൊണ്ട് അവിടെ നിന്ന് ഇറങ്ങുന്നുണ്ട്. പിന്നീട് അവർ ഒരു ചായക്കടയുടെ മുമ്പിൽ കാർ നിർത്തി ഇറങ്ങിക്കൊണ്ട് മഹേഷ് ചായക്കടക്കാരനോടായി ചേട്ടാ ഒരു മീഡിയം ചായ എന്ന് പറയുന്നുണ്ട്. അവരെ കണ്ട് ഈ നാട്ടുകാരല്ലല്ലോ, ആരെങ്കിലും കാണാൻ വന്നതാണോ എന്ന് ചായക്കടക്കാരൻ ചോദിക്കുമ്പോൾ അതെ എന്ന് മഹേഷും. ആരെയാ എന്ന് അയാൾ ചോദിക്കുമ്പോൾ മോഹൻ, പണ്ട് പട്ടാളത്തിലൊക്കെ ഉണ്ടായിരുന്ന എന്നവർ പറയുമ്പോഴേക്കും അവിടെ ഇരുന്ന ഒരാളും ഓ പഴയ മാലതിയുടെ സംബന്ധക്കാരൻ അല്ലേ, അവരൊക്കെ നാട് വിട്ടുപോയിട്ട് കാലം എത്രയായി എന്ന് ചോദിക്കുമ്പോൾ വിട്ടുപോയതാണോ, ഓട്ടിച്ചു വിട്ടതല്ലേ, ഇവനെയൊക്കെ നാട്ടിൽ കയറ്റാൻ പറ്റുമോ എന്നവിടെയുള്ള വേറൊരാളും ചോദിക്കുന്നുണ്ട്. അവർക്കുള്ള ചായ കൊടുക്കുമ്പോഴേക്കും ചേച്ചി കേട്ടില്ലേ എന്ന് രാധയോടായി മഹേഷ് ചോദിക്കുന്നുണ്ട്. അപ്പോഴേക്കും ചായക്കടക്കാരൻ ചോദിക്കുന്നുണ്ട്, നിങ്ങൾ തെക്കുന്ന അല്ലേ, അയാള് പണ്ട് ഇവിടുന്ന് പോയതാ, കെട്ടിയവള് മാലതി മരിച്ചിട്ട് ഇവിടെ നിൽക്കാൻ പോലും പറ്റിയില്ല എന്നയാൾ പറയുമ്പോൾ ഇവിടെ നിർത്തിയില്ലെന്ന് പറയേ എന്ന് ആ നാട്ടുകാരനും പറയുന്നുണ്ട്. നാട്ടിലെ പെണ്ണുങ്ങൾക്ക് സ്വൈര്യതയില്ല, അതാണ് കാര്യം. വീട്ടിലെ ഒരു പെണ്ണിനും ഒറ്റയ്ക്കിരിക്കാൻ പറ്റുന്നില്ല, നാണമില്ലാതെ പെണ്ണുങ്ങളുടെ അടുത്തുനിന്ന് എത്ര അടി അവൻ കൊണ്ടിരിക്കുന്നു, അതൊക്കെ ഇവിടെ പാട്ടല്ലേ, നിങ്ങൾക്കിതൊന്നും അറിയില്ലെന്ന് തോന്നുന്നു അല്ലേ എന്ന് വേറൊരു നാട്ടുകാരനും അവരോട് ചോദിക്കുന്നുണ്ട്. അപ്പോഴേക്കും ചായക്കടക്കാരനും പറയുന്നുണ്ട്, കേരള കർണാടക അതിർത്തിയിലെ ഒരു സ്ഥലമുണ്ടല്ലോ എന്ന് പറഞ്ഞ് ഓർത്തോണ്ട് ആ പാട്ടവയല് അവിടാണെന്ന് ആരോ പറയുന്നുണ്ടായിരുന്നു. ഇപ്പൊ ഏതോ തമിഴെത്തിയെ കെട്ടിയെന്ന് പറയുമ്പോൾ എല്ലാ നാട്ടിലുമുണ്ട്, അവനെ കെട്ടിയോളും പിള്ളാരും എന്നൊരാൾ പറയുമ്പോൾ നിങ്ങൾക്ക് എങ്ങനെ മോഹനെ അറിയാം, ആളെക്കുറിച്ച് വലിയ ധാരണയില്ലല്ലേ എന്ന് വേറൊരാളും ചോദിക്കുന്നുണ്ട്. ഈ മോഹൻ ഞങ്ങളുടെ അച്ഛനാ, ഞങ്ങൾക്കും ആളെക്കുറിച്ച് അത്ര ധാരണ പോരാ എന്ന് മഹേഷ് പറയുന്നത് കേൾക്കേ അയ്യോ അത് ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു എന്ന് ചായക്കടക്കാരൻ പറയുന്നുണ്ട്. മഹേഷ് പെട്ടെന്ന് തന്നെ ചായയുടെ കാശും കൊടുത്ത് രാധയെയും കൂട്ടി അവിടുന്ന് പോകുന്നുണ്ട്. യാത്രക്കിടയിൽ വഴിയിലൊരിടത്ത് കാർ സൈഡ് ഒതുക്കി നിർത്തി മഹേഷ് ദേഷ്യത്തോടെ ഇറങ്ങുമ്പോഴേക്കും എന്താടാന്ന് ചോദിച്ച് രാധയും പുറത്തോട്ട് വരുന്നുണ്ട്. നാട് വിട്ടു പോയിട്ട് ഇത്രയും കൊല്ലമായി, എന്നിട്ടും ആളുകൾക്കുള്ള മതിപ്പ് കണ്ടോ, പാതാളത്തിലേക്ക് താഴ്ന്നു പോയാൽ മതി എന്ന് കരുതിയാ ഞാൻ അവിടെ നിന്നത് എന്ന് മഹേഷ് ടെൻഷനോടെ പറയുമ്പോൾ ശരിക്കും ഞാൻ അങ്ങ് ഇല്ലാതായിപ്പോയി, ഇങ്ങനെയാണോടോ നമ്മൾ അച്ഛാന്ന് വിളിച്ചത് എന്ന് രാധയും വെറുപ്പോടെ ചോദിക്കുന്നുണ്ട്. അപ്പോഴേക്കും മഹേഷും പറയുന്നുണ്ട്, ദേ ആളെ കണ്ട മുഖത്ത് നോക്കി ഇതൊന്നും ചോദിക്കാൻ നിൽക്കണ്ട, അങ്ങേരെ കയ്യിൽ കിട്ടേണ്ടത് നമ്മുടെ ആവശ്യമാണെന്ന്. കുട്ടികൾക്ക് നീ വാ കയർ എന്ന് പറഞ്ഞ് രാധ മഹേഷിനെയും കൊണ്ട് അവിടുന്ന് യാത്ര തുടരുന്നുണ്ട്. അവിടെ സന്തോഷിന്റെ വീട്ടിൽ എല്ലാവരും ഡൈനിങ് ടേബിളിലിരുന്ന് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ സോഫയിൽ സമനില തെറ്റി കിളിപോയ അവസ്ഥയിൽ സന്തോഷം ഇരിക്കുന്നുണ്ട്. ഇവനിപ്പോ ഓഫീസിലും പോകുന്നില്ലല്ലോ എന്ന് നടേശൻ ചോദിക്കുമ്പോൾ ഓഫീസിലുള്ളവരൊക്കെ വൈഫുമായിട്ട് എന്താ പ്രശ്നമെന്ന് ചോദിക്കും പോലും എന്ന് മണി പറയുമ്പോൾ അതും പറഞ്ഞ് എത്ര ദിവസം ഇവിടെ ഇരിക്കും, നീ അവനെ കഴിക്കാൻ വിളിക്കുന്ന നടേശനും പറയുന്നുണ്ട്. മണി അവന്റെ അടുത്തേക്ക് ചെന്ന് കുഞ്ഞുട്ടാ കഞ്ഞി എടുത്തു വെച്ചിട്ടുണ്ട് വാ എന്ന് പറഞ്ഞു വിളിക്കുമ്പോൾ എനിക്കൊന്നും വേണ്ടാന്ന് സന്തോഷം, അത്താഴം കഴിക്കാതെ പറ്റില്ല എണീറ്റ് വാ എന്ന് മണി വീണ്ടും നിർബന്ധിക്കുമ്പോൾ വേണ്ടെന്ന് പറഞ്ഞില്ലേ എന്ന് സന്തോഷം ദേഷ്യത്തോടെ പറയുന്നുണ്ട്. നിർബന്ധം പിടിക്കാതെ വന്ന് കഴിക്കു കുഞ്ഞൂട്ടാ, അല്ലെങ്കിൽ വേണ്ട ഞാൻ ഇങ്ങോട്ട് എടുത്തോണ്ട് വരാം എന്ന് പറഞ്ഞ് മണി കഞ്ഞി എടുക്കാനായി പോകുമ്പോഴേക്കും സന്തോഷിന്റെ ഇരിപ്പ് കണ്ട് എല്ലാവരും പരിഭ്രമത്തോടെ അവനെ തന്നെ നോക്കി ഇരിപ്പുണ്ട്. മണി കഞ്ഞി കൊണ്ടുവന്ന് കഴിക്കെന്ന് പറഞ്ഞ് നിർബന്ധിക്കുമ്പോൾ സന്തോഷ് പ്ലേറ്റ് വാങ്ങി ഒരു സ്പൂൺ കഞ്ഞി വായിലേക്ക് ഇട്ടോണ്ട് ചൂട് ചൂടെന്ന് പറയുന്നുണ്ട്. ചൂടൊന്നുമില്ല മോനെ, ചെറിയ ചൂടേ ഉള്ളൂ, കഴിച്ചോ എന്ന് മണി പറയുമ്പോൾ എടി ആ ഫാൻ ഒന്ന് ഇട്ട് കൊടുക്കുന്ന നടേശൻ പറയുന്നുണ്ട്. അത് കണ്ട് പരിഭ്രമത്തോടെ പോറ്റിയും ഞാനൊന്നും പറയുന്നില്ല, എൻ്റെ അടുത്ത അവന്റെ കലി, എന്തെങ്കിലും എടുത്ത് എൻ്റെ നേർക്കെറിയുമെന്ന് പറയുന്നുണ്ട്. സന്തോഷവും ചൂടാറ്റിക്കൊണ്ട് കഞ്ഞി കുടിക്കുന്നേരം എന്താ കുഞ്ഞൂട്ടാ ഇതെന്ന് മണി ചോദിക്കുന്നുണ്ട്. ചൂട് എന്ന് സന്തോഷ് പറയുമ്പോൾ മോനെ ചൂടൊന്നുമില്ല എന്ന് മണിയും. സന്തോഷ് അപ്പോഴും കഞ്ഞി ഊതി ആറ്റിക്കൊണ്ട് കഞ്ഞി കുടിക്കുമ്പോഴേക്കും ഷോ കുഞ്ഞൂട്ടൻ എന്ന് മണി വിഷമത്തോടെ നടേശനോടും കൂട്ടരോടുമായി പറയുന്നുണ്ട്. സന്തോഷ് കഞ്ഞി ചൂടാറ്റിക്കൊണ്ടിരിക്കണ കണ്ട് നമുക്കൊന്ന് ഡോക്ടറെ കാണിക്കേണ്ടതാണെന്ന് ചേട്ടൻ ആനന്ദും പറയുന്നുണ്ട്. ഈ അവരുടെ അടുത്തേക്ക് എഴുന്നേറ്റ് വന്നുകൊണ്ട് ഇതാ ടീച്ചറിന്റെ കൂടോത്രം തന്നെയാണ്, ശരിക്കുള്ള കർമ്മം ചെയ്താൽ പഴയതുപോലെ ആവും,
എന്ന് പറയുമ്പോൾ ചൂട് മാറുന്നില്ല എന്ന് പറഞ്ഞ് സന്തോഷ് ആ കഞ്ഞിയുടെ പ്ലേറ്റ് സോഫയിലേക്ക് വെച്ചോണ്ട് ടെൻഷനോടെ ഇരിക്കുന്നുണ്ട്. എന്നാ പോയി കിടന്നോന്ന് മണി പറയുമ്പോൾ അത് സമ്മതിച്ചോണ്ട് സന്തോഷം സമനില തെറ്റിയ അവസ്ഥയിൽ മുകളിലേക്ക് കയറി പോകുന്നുണ്ട്. പിന്നീട് പോറ്റി ഒരു പണിക്കരെയും കൊണ്ട് വീട്ടിലേക്ക് വരുന്നുണ്ട്. ഇതാണ് വീടെന്ന് പോറ്റി പറയുമ്പോൾ വീടിന് ദോഷമുള്ളതായിട്ടൊന്നും കാണുന്നില്ല എന്ന് പണിക്കരും. എന്നെ കാണുന്നതേ കലിയാ, കയ്യിൽ കിട്ടുന്നതെടുത്ത് എന്നെ എറിയുമെന്ന് പോറ്റി പറയുമ്പോൾ വാ നമുക്ക് നോക്കാമെന്ന് പറഞ്ഞ് പണിക്കർ പോറ്റിയെയും കൊണ്ട് അകത്തേക്ക് പോകുന്നുണ്ട്. ഇവിടെ പൂജാമുറിയുടെ മുമ്പിൽ സന്തോഷം കൂട്ടർ നിൽപ്പുണ്ട്. പണിക്കർ അവനെ ഒന്ന് ഇരുത്തി നോക്കുമ്പോഴേക്കും കഴിഞ്ഞ ദിവസം ബന്ധമൊഴിയാനുള്ള പേപ്പറിൽ ഒപ്പിട്ടതാ. അതിനുശേഷം ആ പണിക്കരെ ഇങ്ങനെയൊക്കെ ജോലിക്ക് പോലും പോകുന്നില്ല. ഇതിന്റെ കാര്യം ആരെങ്കിലുമൊക്കെ ചോദിക്കുമെന്നാ പറയുന്നത് എന്ന് മണി പറയുന്നുണ്ട്. പണിക്കരും എന്തൊക്കെയോ കണക്ക് കൂട്ടിക്കൊണ്ട് പോറ്റിയുടെ അടുത്തേക്ക് ചെന്ന് എന്തോ പറയുമ്പോഴേക്കും പോറ്റിയും അവിടുന്ന് നടന്നു നീങ്ങുന്നുണ്ട്. എല്ലാരുമേ പെണ്ണ് വീട്ടുകാരുടെ കൂടോത്രം എന്നൊക്കെയാ പറയുന്നത് എന്ന് മണി പണിക്കരോടായി പറയുമ്പോൾ ഏതാ പയ്യന്റെ നക്ഷത്രം എന്ന് അയാളും ചിത്തിരയാണെന്ന് മണി പറയുമ്പോൾ ഓ ചിത്തിര എന്ന് പറഞ്ഞ് എന്തൊക്കെയോ കണക്ക് കൂട്ടിക്കൊണ്ട് കുറച്ച് മോശം സമയമാണ്, നന്നായി പരീക്ഷിക്കപ്പെടും, 2 വീലർ പോക്ക് പരമാവധി ശ്രദ്ധിക്കണം എന്ന് പണിക്കർ പറയുമ്പോൾ അയ്യോ 2 വീലർ ഇപ്പോൾ ഉപയോഗിക്കുന്നേ ഇല്ല എന്ന് മണിയും. ഓ അങ്ങനെയാണോ, അത് നന്നായെന്ന് പണിക്കർ പറയുമ്പോഴേക്കും പോറ്റിയും ഒരു താലത്തിൽ കുറച്ച് പൂക്കളുമായി അങ്ങോട്ടെത്തുന്നുണ്ട്. പണിക്കരും പോറ്റി കൊണ്ടുവന്ന താലത്തിൽ നിന്ന് ഒരു നൂലെടുത്ത് പൂജാമുറിയിലേക്ക് നോക്കി മന്ത്രമുരുവിട്ട് ഈ നൂലുകെട്ട് മുമ്പേ ഈ ദേഹത്തിൽ കയറിയ അശുദ്ധ ശക്തികൾ വാക്കിലും ശ്വാസത്തിലും ബന്ധിതമാകട്ടെ. ഭൂമി സാക്ഷി, അഗ്നി സാക്ഷി, ജലം സാക്ഷി, ആകാശം സാക്ഷി. ദോഷം മാറട്ടെ, ഭയം മാറട്ടെ, ബുദ്ധി തെളിയട്ടെ, ദേഹം ശാന്തമാകട്ടെ. ഓം ശാന്തി എന്ന് പറഞ്ഞ് സന്തോഷിന്റെ നിറകിൽ ആ നൂല് വെച്ച് പ്രാർത്ഥിച്ചോണ്ട് സന്തോഷിന്റെ കൈത്തണ്ടയിലേക്ക് ആ നൂല് കെട്ടുന്നുണ്ട്. 3 കെട്ട് ശരീരത്തിന് മനസ്സിന് രക്ഷയ്ക്ക് എന്ന് പറഞ്ഞത് കെട്ടിക്കൊടുത്തോണ്ട് കുറച്ച് ജലമെടുത്ത് മന്ത്രമുരുവിട്ട് സന്തോഷിന്റെ ദേഹത്തേക്ക് തളിച്ച് അവനൊരു ഭസ്മക്കുറി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ വ്യാധികൾ ഒഴിഞ്ഞു പോകുമെന്ന് പറഞ്ഞ് ഇന്ന് രാത്രി ഒറ്റയ്ക്ക് ഉറങ്ങാൻ വിടണ്ട എന്ന് പറയുമ്പോൾ അണ്ണൻ കൂടെ കിടന്നോളുമെന്ന് പോറ്റിയെ നോക്കിക്കൊണ്ട് മണി പറയുന്നുണ്ട്. അത് വേണോ തിരുമേനി എന്ന് പരിഭ്രമത്തോടെ പോറ്റി ചോദിക്കുമ്പോൾ പേടിക്കണ്ട, മാറിക്കോളും എന്ന് പോറ്റിയോടായി പറഞ്ഞ് പൂജാമുറിയിലേക്ക് നോക്കി പ്രാർത്ഥനയോടെ മന്ത്രങ്ങൾ ഉരുവിട്ടോണ്ട് എല്ലാം ശരിയാവും, ഭഗവാൻ നോക്കിക്കോളും എന്ന് പറയുമ്പോഴേക്കും വന്നാട്ടെ എന്ന് പറഞ്ഞ് പോറ്റി പണിക്കരെ പുറത്തേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്നുണ്ട്. മണിയവനെ പൂജാമുറിയുടെ മുന്നിലേക്ക് നിർത്തിക്കൊണ്ട് പ്രാർത്ഥിക്കെന്ന് പറയുമ്പോഴേക്കും സന്തോഷം കൈകൂപ്പി പ്രാർത്ഥിക്കുന്നുണ്ട്. ഇപ്പോഴേ ഇങ്ങനെയൊക്കെ ചെയ്താൽ എന്താവും സന്തോഷിന്റെ കാര്യം, ഡിവോഴ്സുമായി ബന്ധപ്പെട്ട എന്തോ സ്ട്രെസ് കാരണമായി ഇത് എന്ന് റാണി ആനന്ദിനോടായി പറയുമ്പോൾ ഇവിടെ ഇത് ആരോട് പറയും, ആര് പറഞ്ഞാൽ കേൾക്കും എന്ന് ആനന്ദും ചോദിക്കുന്നുണ്ട്. പിന്നീട് നീന ടീച്ചറേയും മിഥുൻ സാറേയുമാണ് കാണിക്കുന്നത്. അവളുടെ നീരുള്ള കാലിൽ ചൂടുപിടിച്ചോണ്ട് കാലിൽ നല്ല നീരുണ്ടല്ലോ ടീച്ചറെ, ഡോക്ടർ പറഞ്ഞായിരുന്നു കൂടുതൽ നേരം നിൽക്കുന്നത് ഒഴിവാക്കണമെന്ന് എന്ന് മിഥുൻ പറയുമ്പോൾ ഇന്ന് അങ്ങനെ നിന്നിട്ടൊന്നുമില്ല. പാദത്തിന്റെ അടിയിലും നല്ല വേദനയുണ്ടെന്ന് നീന പറയുന്നുണ്ട്. കാല് നമുക്ക് 2 തലയണ വെച്ച് ഉയർത്തി വെച്ചിരുന്നാലോ എന്ന് ചോദിച്ച് 2 തലയണ എടുത്ത് അവളുടെ കാലുയർത്തി വെച്ച് ഇപ്പോൾ ഓക്കെ ആണെന്ന് ചോദിക്കുന്നുണ്ട്. അതേ എന്ന് പറഞ്ഞുകൊണ്ട് ജനുവരി ആദ്യ ആഴ്ചയാണ് ഡേറ്റെങ്കിലും ഈ മാസം തന്നെ ഡെലിവറി കാണുമെന്ന് തോന്നുന്നു എന്ന് നീന സന്തോഷത്തോടെ പറയുമ്പോൾ കണ്ടിട്ട് എനിക്കും അങ്ങനെ തന്നെയാ തോന്നുന്നേ. അല്ല നമുക്ക് നേരത്തെ അങ്ങ് അഡ്മിറ്റ് ആയാലോ ടീച്ചറെ, പിന്നെ ടെൻഷൻ വേണ്ടല്ലോ എന്ന് മിഥുനും ചോദിക്കുന്നുണ്ട്. സാറ് ടെൻഷൻ ആവല്ലേ, എന്തെങ്കിലും പെയിനോ സൂചനയോ ആവട്ടെ എന്ന് നീനയും. അത്രയ്ക്ക് കാക്കണോ ടീച്ചറെ, സമയത്ത് ധൃതി പിടിച്ച് ഇവിടെ നിന്ന് ഓടിപ്പോവണ്ടേ, അവിടെയാണെങ്കിൽ പിന്നെ ടീച്ചറിനും ടെൻഷൻ വേണ്ട, എനിക്കും സമാധാനം കിട്ടും എന്ന് പറഞ്ഞ് നീനയുടെ വയറിലേക്ക് ചെവിയോർത്ത് പിടിച്ചോണ്ട് ആൾക്ക് ധൃതിയായെന്ന് തോന്നുന്നു എന്ന് സന്തോഷത്തോടെ മിഥുൻ പറയുന്നുണ്ട്. സാർ വീട്ടിൽ പറഞ്ഞോ എന്ന് നീന ചോദിക്കുമ്പോൾ അച്ഛനോട് പറഞ്ഞു. അച്ഛനെല്ലാം കേട്ടതല്ലാതെ തിരിച്ചൊന്നും പറഞ്ഞില്ല. മിഥുൻ ടെൻഷനോടെ പറയുമ്പോൾ പ്രസവം കഴിയുമ്പോൾ എല്ലാം ഓക്കെയാവും എന്ന് നീനയും മിഥുനെ ആശ്വസിപ്പിക്കുന്നുണ്ട്. നോക്കാം ടീച്ചറെ, ടീച്ചർ അതൊന്നും എടുത്ത് തലയിൽ വെക്കണ്ട എന്ന് പറഞ്ഞുകൊണ്ട് അല്ല ടീച്ചറിന്റെ പപ്പയുടെ വിവരം വല്ലതും കിട്ടിയോ എന്ന് ചോദിക്കുന്നുണ്ട് മിഥുൻ. ചേട്ടത്തി ഇപ്പോൾ വിളിച്ചപ്പോൾ പറഞ്ഞു ഇപ്പോൾ വീട്ടിലേക്ക് വരുന്നില്ലെന്ന് എന്ന് നീനയും ടെൻഷനോടെ പറയുമ്പോൾ നമുക്ക് നോക്കാം, ടീച്ചർ ഇപ്പോൾ സമാധാനമായിട്ടിരിക്കെ എന്ന് പറഞ്ഞ് മിഥുനും അവളെ ആശ്വസിപ്പിക്കുന്നുണ്ട്. അവിടെ മേരിക്കുട്ടി ടീച്ചറും ജോണും വീട്ടിൽ പുൽക്കൂട് ഒരുക്കിക്കൊണ്ടിരിക്കുക. ജോൺ കൊണ്ടുവച്ച റെഡിമെയ്ഡ് പുൽക്കൂട് കണ്ട് എനിക്ക് ഈ റെഡിമെയ്ഡ് പുൽക്കൂടിലൊന്നും താല്പര്യമില്ല, പുല്ലരിഞ്ഞ് ഉണക്കിക്കെട്ടുന്ന പുൽക്കൂടാ എനിക്കിഷ്ടം എന്ന് മേരിക്കുട്ടി ടീച്ചർ പറയുമ്പോൾ അതിനിപ്പോ എവിടുന്നമ്മ പുൽക്കൂട് കെട്ടുന്ന പുല്ല്, തൽക്കാലം ഉള്ളതുകൊണ്ട് ക്രിസ്മസ് പോലെ എന്ന് പറഞ്ഞ പുൽക്കൂട് ഒരുക്കിക്കൊണ്ട് ഇപ്പോൾ ഓക്കെ ആയില്ലേ അമ്മയെന്ന് ജോൺ ചോദിക്കുന്നുണ്ട്. എടാ കുറച്ചുകൂടി വലുപ്പം വേണം, എനിക്കത് അങ്ങോട്ട് ഇഷ്ടമായില്ല എന്ന് മേരിക്കുട്ടി ടീച്ചർ പറയുമ്പോൾ ഓ ഇപ്പോൾ അങ്ങനെയായോ എന്ന് ജോണും ചോദിക്കുന്നുണ്ട്. മേരിക്കുട്ടി ടീച്ചർ വീണ്ടും പുൽക്കൂടിലേക്ക് നോക്കിക്കൊണ്ട് എടാ ദേ ആ ഇടയനെ ആടിന്റെ അടുത്തേക്ക് നീക്കി വെക്കേ, ഉണ്ണീശോനെ കുറച്ച് മുമ്പോട്ടാക്ക് എന്ന് പറയുമ്പോഴേക്കും ജോൺ അത് റെഡിയാക്കിക്കൊണ്ട് ഇപ്പോൾ ഓക്കെ അല്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. ഓ നിന്റെ പുൽക്കൂട് കണ്ടിട്ട് മുടി വെട്ടിയ പിള്ളേരെ പോലെ ഇരിക്കുന്നു,
എടാ പുല്ലിങ്ങനെ മൂടി നിൽക്കണം, കാറ്റത്തിങ്ങനെ ഇളകണം, അറിയോ എന്ന് മേരിക്കുട്ടി ടീച്ചർ ആവേശത്തോടെ പറയുമ്പോ ജോണും അമ്മയെ ചേർത്ത് പിടിച്ചോണ്ട് ഇനിയിപ്പോ കാറ്റിലാടുന്ന പുല്ലൊക്കെ അടുത്ത തവണയേ നടക്കൂ എന്ന് പറയുന്നുണ്ട്. എടാ പുൽക്കൂട് നിറയെ ഇലുമിനേഷൻ വേണം എന്ന് മേരിക്കുട്ടി ടീച്ചർ വീണ്ടും പുൽക്കൂട് നോക്കിക്കൊണ്ട് പറയുമ്പോഴേക്കും തൽക്കാലം ഈ ക്രിസ്മസ് ഇങ്ങനെ അങ്ങ് പോട്ടെ അമ്മ പോരെ എന്ന് ചോദിച്ച് ജോൺ അകത്തോട്ടായി പോകുമ്പോഴേക്കും ശരി പോ, ഇങ്ങനെ ഒരു പിശുക്കൻ എന്ന് പറഞ്ഞ് ജോൺ പോകുമ്പോഴേക്കും മേരിക്കുട്ടി ടീച്ചർ വീണ്ടും ആ പുൽക്കൂട് റെഡിയാക്കുന്നുണ്ട്. പിന്നീട് ജോൺ സീറ്റ് ഔട്ടിലൊരു സ്റ്റാർ തൂക്കുമ്പോഴേക്കും സ്റ്റാർ നമുക്ക് കുറച്ചുകൂടി വേണമായിരുന്നടാ എന്ന് മേരിക്കുട്ടി ടീച്ചർ പറയുമ്പോൾ അത് വേണമെങ്കിൽ ഇനിയും വാങ്ങാം അമ്മേ എന്ന് ജോണും പറയുന്നുണ്ട്. ഒന്ന് കത്തുമ്പോൾ മറ്റേതണയണം, അതണയുമ്പോൾ ഇത് കത്തണം എന്ന് അമ്മ പറയുമ്പോൾ അത് അമ്മ തന്നെ അകത്തിരുന്ന് ചെയ്യേണ്ടി വരും, എനിക്കിതിന്റെ പരിപാടിയൊന്നും അറിയില്ല അമ്മേ എന്ന് ജോണും. അപ്പോ ഒരു അഡ്ജസ്റ്റ്മെന്റ് ക്രിസ്മസ് ആണ് നീ ഉദ്ദേശിക്കുന്നതല്ലേ എന്ന് മേരിക്കുട്ടി ടീച്ചർ പരിഭവത്തോടെ ചോദിക്കുമ്പോൾ അമ്മ പറയുന്ന വിധത്തില് അടുത്ത കൊല്ലത്തില് പോരെ എന്ന് ജോണും ചിരിയോടെ ചോദിക്കുന്നുണ്ട്. മതി എന്ന് പറഞ്ഞ് ഇത് കത്തുപോടാന്ന് സ്റ്റാർ നോക്കി ജോണിനോടായി ചോദിക്കുന്നുണ്ട്. നോക്കട്ടെ എന്ന് പറഞ്ഞ് ജോൺ സ്വിച്ച് ഇടുമ്പോഴേക്കും അത് കത്തിയത് കണ്ട് സന്തോഷത്തോടെ അത് കത്തി എന്ന് പറഞ്ഞ് ചിരിയോടെ ആ സ്റ്റാർ നോക്കി നിൽപ്പുണ്ട് മേരിക്കുട്ടി ടീച്ചറും ജോണും. പിന്നീട് ബേക്കറിയിൽ ഒരു മാസികയിൽ ടീച്ചർ അമ്മയ്ക്ക് കേക്കിന്റെ വെറൈറ്റീസ് എല്ലാം കാണിച്ചു കൊടുത്തോണ്ടിരിക്കുന്ന വീണയാണ് കാണുന്നത്. നോക്കിയേ രസമായിട്ടില്ലേ എന്ന് വീണ ചോദിക്കുമ്പോൾ ഇത് കൊള്ളാമെന്ന് ടീച്ചർ അമ്മയും. ഇത്തവണത്തെ ക്രിസ്മസ് ന്യൂ ഇയർ കേക്കിന് നമുക്ക് വെറൈറ്റി തീം പിടിക്കണം അമ്മ, പിന്നെ ഡിസ്പ്ലേ ചെയ്യുന്നതും ഡിഫറെന്റ് ആവണം എന്ന് വീണ പറയുമ്പോൾ ആ പ്ലാൻ ചെയ്യേ, നിങ്ങൾ ന്യൂ ജനറേഷൻ അല്ലേ, ഐഡിയ മൊത്തവും എന്ന് ടീച്ചർ അമ്മയും ചോദിക്കുന്നുണ്ട്. ഇവിടുത്തെ കേക്ക്സിന് മധുരം കേക്ക്സ് എന്ന് പേര് കൊടുക്കാം, നമുക്കത് പ്രിന്റ് ചെയ്ത് ബേക്കറിക്ക് അകത്തും പുറത്തും ഒക്കെ വെക്കാം, എങ്ങനെയുണ്ടെന്ന് ടീച്ചറമ്മ ചോദിക്കുമ്പോൾ അത് കൊള്ളാം, മധുരം കേക്ക്സ് എന്ന് പറഞ്ഞ് കേക്ക് വെക്കേണ്ട സ്ഥലമെല്ലാം വീണാസ് ആവശ്യത്തോടെ കാണിച്ചു കൊടുക്കുന്നുണ്ട്. അവിടെയൊക്കെ ആവുമ്പോൾ എല്ലാവർക്കും കാണാൻ പറ്റുമെന്ന് ടീച്ചറമ്മ കൊടുക്കുമ്പോൾ അതിന് ലൈറ്റും കൊടുക്കാം നമുക്കെന്ന് വീണയും. പിന്നെ ചെറിയൊരു ക്രിസ്മസ് ട്രീയും ലൈറ്റ്സും ഒക്കെ സെറ്റ് ചെയ്യണം, അടിപൊളിയായിരിക്കും എന്ന് പറഞ്ഞ് മാസിക നോക്കിക്കൊണ്ട് പിന്നെ ഈ ഫോട്ടോയിലെ പോലെ കേക്ക് നല്ല അടിപൊളിയായിട്ട് ഡിസ്പ്ലേയും ചെയ്യണം, ഫുൾ വൈറ്റ് ഫ്രോസ്റ്റിംഗ് സ്നോ തീം കേക്ക് എന്ന് വീണ പറയുമ്പോൾ ഓ അതൊക്കെ ആളുകൾക്ക് ഇഷ്ടമാവുമായിരിക്കും അല്ലേ എന്ന് ടീച്ചർ അമ്മയും ചോദിക്കുന്നുണ്ട്. അതെ എന്ന് വീണ സമ്മതിക്കുമ്പോൾ അതെ ഈ കുഞ്ഞു പിള്ളേർക്കുള്ള തീംസും വേണം എന്ന് ടീച്ചറമ്മ ഓർമ്മിപ്പിക്കുമ്പോൾ അതൊക്കെ നമുക്ക് സെറ്റ് ആക്കാമെന്നേ എന്ന് വീണയും. അതുപോലെ ന്യൂ ഇയർ കേക്കിനും തീം വേണമെന്ന് ടീച്ചറമ്മ പറയുമ്പോൾ സെറ്റ് ആക്കാമെന്ന് വീണയും. 2026 സെലിബ്രേഷൻ കേക്ക് ഇങ്ങനെയുണ്ടെന്ന് ടീച്ചറമ്മ ചോദിക്കുമ്പോൾ ആഹാ അത് കൊള്ളാമെന്ന് പറഞ്ഞ് ചിരിയോടെ നിൽക്കുന്ന ടീച്ചറമ്മയെയും വീണയും കാണിക്കുന്നിടത്താണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. ടീച്ചറമ്മയും വീണയും ചേർന്ന് മേരിക്കുട്ടി ടീച്ചറുടെ വീട്ടിലെത്തി ക്രിസ്മസ് ആഘോഷിക്കുന്നതും അതിനിടെ നീന ടീച്ചർക്ക് പെയിൻ വന്ന് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആക്കിയെന്ന് പറഞ്ഞ് മിഥുന്റെ കോൾ എത്തുന്നതും ടീച്ചറമ്മയും വീണയും മേരിക്കുട്ടി ടീച്ചറും ജോണുമെല്ലാം ഹോസ്പിറ്റലിലേക്ക് എത്തുന്നതുമൊക്കെയാണ് നാളത്തെ എപ്പിസോഡിലെ വിശേഷങ്ങൾ. വീഡിയോ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ.